അത് ചെറിയ ഇറക്കല്ലത്തിൽ നിങ്ങൾ കണ്ടിട്ട ശവ്വാലല്ല, അടുത്തിന് വരുന്ന ശവ്വാൽ, അത് 1.5 ഇറക്കുള്ള ശവ്വാലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒന്നങ്ങോട്ട് മാറി നിർത്തണം കേട്ടോ. മുപ്പര് 1.5 അളക്കുള്ള ശവ്വാലേറ്റും വരുന്നുണ്ട്. ഇപ്പോ ഈ വെള്ളത്തുണിയും വെള്ളക്കുപ്പായും തൊപ്പിയൊക്കെ കഴിച്ചു വെച്ചിട്ട് നല്ലൊരു യാത്രയിലാണുള്ളത്. അപ്പൊ അത് കഴിഞ്ഞാല് നല്ല അളക്കുണ്ടാവും. അപ്പൊ ഒന്നും മാറി നിന്നാല് ആ അളക്കം കഴിയുമ്പോൾ പോയിക്കോളും. എന്തായാലും അളക്കം നമുക്കൊന്ന് കാണാം. ശൈഖുനാ മടവൂരിനെ നിന്ദിച്ച് ശൈഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനെ കണ്ടോ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കണക്കിൽ കൊടുക്കുന്ന ശവ്വാല വരണേ. കണ്ടോ, ഉസ്താദ് കണക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഷമൊക്കെ മാറി ദുബായി പോയി. എന്നിട്ട് അവിടെ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക. അന്നേരത്താണ് ഇവല് ഇവിടെ ആകെ ഹാലിളകി. ഉസ്താദ് വേഷം മാറി, മുപ്പര് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, ഇവിടെ വലിയ മൂല്യരാണ്, അവിടെ പോയി അങ്ങനെ ആട്ടി എന്നൊക്കെ പറയുന്നത്. എന്തൊരു വിരോധാഭാസം അല്ലേ മൂല്യമാര് പറയണത്. ഇനിയിപ്പോ കണക്കിന് കൊടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ലാന്ന് വേണ്ട. ഇജ്ജ് നോക്കണ്ട, ഇജ്ജും കൂടി നോക്കിയാ പിന്നെ കണക്കിൽ കൊടുക്കല് നടക്കുമോ ചങ്ങായി? മുണ്ടാ എന്നാ അവിടെ. ഇത്ര ഈമാളൊരു മനുഷ്യനെ കുറിച്ച് ദുബായ് പോയി ടൂറ് പോയി ആർമാദിച്ച് തിമിർത്ത് നടക്കണം എന്നൊക്കെ പറയാം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മൂല്യന്മാരായി പോയല്ലോ, അല്ലെങ്കിൽ മനുഷ്യന്മാരായി പോയല്ലോ ഇവനൊക്കെ. എന്തിനാ ഇയാളെ കുറ്റം പറയണേ? ഇയാളിപ്പോ ഒന്ന് അവിടെ പോയി കണക്കിൽ കൊടുക്കാൻ പോയി, ഇപ്പൊ എന്താ അത്ര വലിയ കുഴപ്പം? ഇവര് കൊടുത്തു പോന്നോട്ടെ. ഇവർക്ക് ഇതൊക്കെ എന്താ, അതൊന്നും ഒരു വിഷയമുള്ള കേസേ അല്ല. അതിമൊന്നും വെറുതെ കൂടേണ്ട ആവശ്യമില്ല. ഇപ്പൊ മൂപ്പരെ കുറിച്ച് കാന്തപുരം സംസ്ഥയിലായിരുന്നു മൂപ്പരേറ്റും വളരെ അടുപ്പുള്ള ഒരാള്, ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാള് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. വളരെ രസകരമായിട്ടൊരു കഥ പറയുന്നുണ്ട്. ഈ കുരുവട്ടൂർ ഹാഫിദിന്റെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു വോയിസ് ഇടാതിരിക്കുന്നത് മോശം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാനൊക്കെ അയാളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ദുബായിൽ ഒരിക്കലും വരാത്ത കാലത്ത് ദുബായിൽ ഉസ്താദ് ഒന്ന് വരണം എന്ന് ഞാനും ആദൂർ റഫീഖ്, അണ്ടോണ ജാബിർ തുടങ്ങിയ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു ഇയാളോട്. അന്ന് അയാൾ പറഞ്ഞത് ആ നാട്ടിൽ സ്ത്രീകൾ ഔറത്ത് മറക്കാതെ നടക്കുന്ന നാടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ നാട്ടിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടും വാട്സപ്പിലൂടെ അല്ലാണ്ടൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ അരി വാങ്ങുന്ന അന്നം വാങ്ങുന്ന നാടാണിത്, അതുകൊണ്ട് ഉസ്താദ്. പൊന്നാര സുഹൃത്തെ, ഇവർ CM മടവൂരിന്റെ മുരീദന്മാരാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർ ചില കാര്യം തെറ്റാണ് ചെയ്യുന്നത് നമുക്ക് തോന്നിയാലും അത് ശരിയായിരിക്കും. ഒരു ചിലപ്പോൾ സ്വർഗത്തിലേക്കാണ് ചെയ്യണത്. ഇവൻ എന്താണ് ഈ പറയണത്? ഒരു ചിലപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ശരിയായിരിക്കും, ശരി ചെയ്യുമ്പോൾ തെറ്റായിരിക്കും. അത് വളരെ പ്രത്യേകതയാണ്. അത് CMന്റെയും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇയാൾ നടക്കുന്ന ദുബായി കൂടിയാണ് നമുക്ക് തോന്നും, ദുബായിലല്ല. ഓല് ശരിക്ക് ഓലെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് മക്കത്തോ മദീനത്തോ കേരം. അതാണ് ഓലെ പ്രത്യേകത. ഓൽക്കൊരു കഴിവുണ്ടത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അത് ഈ രാജ്യത്ത് ഒന്ന് കാല് കുത്തുക എന്നുള്ളത് ഞങ്ങളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വരണം എന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാവശ്യം ദുബായിൽ വന്നത്. അന്ന് അയാൾ മഗ്രിബ് ആയാൽ റൂമിൽ കയറുക, രാത്രി കയറി ലോക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത്. 700 റക്അത്ത് നിസ്കരിക്കാനുണ്ട്, ഓരോ 2 റക്അത്തിലും ഒതു പുതുക്കാനുണ്ട്. അപ്പോൾ ഈ ബാത്റൂമിലെ വെള്ളം, നമ്മൾ ഒതു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കണം. അതുകൊണ്ട് ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആദൂർ റഫീഖിനോട് ചോദിച്ചു. ആ കുടിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പൊ മുത്തുമണി തന്നെയാണ് പറഞ്ഞത്, ഓലെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിങ്ങളല്ലാന്ന്. ഓല് CMന്റെ മതക്കാരാണ്. ഓൽക്ക് ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷയമുള്ള കേസല്ല. 700 റക്അത്ത് നിസ്കരിച്ച എവിടുന്ന കേട്ടിരുന്നേ? അള്ളാഹ് റസൂൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? ഈ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഈ 2 റക്അത്ത് കൂടുമ്പോ എന്ത് ചെയ്യണം? വുളു പുതുക്കണം എന്ന്. അപ്പൊ എന്ത് വുളു എടുക്കണത്? അപ്പൊ ഇടക്കിടക്ക് ബലിയിടുണ്ടോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാണ്. ഈ 2 റക്അത്ത് നിസ്കരിച്ചുമ്പോ ഇപ്പം ബലിയിടുണ്ടോ? വല്ലാത്തൊരു വുളുവാണ് എടുക്കണത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പ്രത്യേക മതത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് പ്രതികരിച്ചാൽ മതി. ഇവരോടൊക്കെ എന്തിനാ പറയണത്? അദ്ദേഹമാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഹിജാബ് പോലും ധരിക്കാത്ത ഭാര്യയെയും മാന്യമായ ഒരു പണ്ഡിത വേഷം പോലും ധരിക്കാതെ അദ്ദേഹവും ഔറത്ത് മറക്കാതെ കുട്ടികളെയായിട്ട് നടക്കുന്നത് എന്നതിലെ വിചിത്രത കണ്ടിട്ടാണ് ഞാൻ ഈ വോയിസ് അയക്കുന്നത്. അന്നൊക്കെ നിങ്ങൾ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്ത പോലെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടേനോ നിങ്ങളിപ്പോ എവിടെ ഉള്ളതെന്ന്? അപ്പൊ മൂപ്പര് പറഞ്ഞേനെ ഞാൻ ഇവിടെ ഒന്നല്ല, ഞാൻ അവിടെയാണ്. അല്ലെങ്കിൽ മൂപ്പര് ആ നേരത്തെ നിസ്കരിക്കുകയൊക്കെ ചെയ്യണം.
നിങ്ങൾ കാണുന്ന നടക്കാണ് പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങനെ നടക്കാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും മൂപ്പര് ചിലപ്പോൾ വല്ല പള്ളിക്ക് ഇമാമൊക്കെ കയറും. ആ ജാതി കറാവത്തുള്ള മനുഷ്യനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാല് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ നിങ്ങൾക്കൊന്നും. വല്ലാത്ത ജാതി. ഇതൊക്കെ കണ്ട് വീഡിയോ എടുത്ത താത്തണ്ട്, ആ താത്താന്റെ വോയിസും കേൾക്കിട്ട് നിങ്ങള്, അത് അതിലാറ് രസമാണ്. ആളെ മനസ്സിലായ നമ്മുടെ ആഫിദ് കുരുവട്ടൂരാണ്. ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഡാൻസ്, പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാളെ, അതായത് ആദൂർ റഫീഖുണ്ട് കൂടെ. കണ്ട പിന്നെയും താത്ത കുറ്റം പറയും, എന്തിനാപ്പത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് മടവൂരിന്റെ മുരീദ. ഈ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് ഭ്രാന്തായിട്ട് മരിച്ച മനുഷ്യനാണ്. മൂപ്പര് ആ കാലഘട്ടത്തില് നമസ്കരിക്കാൻ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ മരിച്ചു പോയതാണ്. അദ്ദേഹത്തെ കുറ്റം പറയില്ല. പക്ഷെ അദ്ദേഹത്തെ ഈ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്ന തൊഴിലെടുക്കുന്ന കുരുവട്ടൂരികളാണ് ഇതിന്റെ ഉത്തരവാദി. കാരണം ഇവര് മടവൂരിന്റെ മുരീദായതുകൊണ്ട് അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നും ശരിക്കില്ല. കാരണം ആ ഒരു മതത്തിലാണ് അവരുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പെണ്ണ് പോയിട്ട് ദുബായി പോയിട്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിച്ചതിനെ കണ്ടാല് അവർ പറയും, മടവൂര് പോയി കാണാൻ പറഞ്ഞതിനും മൂപ്പർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്നെ ഏൽപ്പിച്ചു പറയും. അത്രയുള്ള കേസുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവര് ഇതെങ്കിലും പറയും, നമ്മളെ കണ്ണ് അവിടെ ഇല്ലേനും, നമ്മളെ മൂക്ക് അവിടെ ഇല്ലേനും, നമ്മളെ ചെവി അവിടെ ഇല്ലേനും, നമ്മൾ പള്ളിക്ക് ഇമാമുക്കേനും എന്നൊക്കെ പറയും. ഈ ജാതി മനുഷ്യന്മാരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവരും ഇസ്ലാമിൽ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ഈ ഷവ്വാല് കഴിഞ്ഞാൽ എപ്പിനെയും പേരോടിനെയും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിത്തന പറഞ്ഞ് നടക്കണ ഒരു വലിയൊരു ഷെയ്ഖാണ് ഇപ്പോൾ ഇത്. അവൻ്റെ നാട്ടിലത്തെ തലയെക്കെട്ട് കണ്ട സാധാ തൊപ്പിയില്ലേ, റൗഡികളിൽ ഇടുന്ന തൊപ്പി, ആ തൊപ്പി ഇട്ടിട്ട് കുറേ തൊപ്പി ഇടാതെ നടന്നു, കുറേ പിന്നെ തൊപ്പി എങ്ങനെ ഇട്ട് നടന്നു. ഒരു താടിയൊക്കെ ഉണ്ട് ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽക്കാക്കി വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് മറ്റേ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം വരുവിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് മുങ്ങിയതാ തോന്നുന്നുണ്ട്. മൂല്യാരെ ഭാര്യ മരിച്ചങ്ങൾ പറയണ്ട. മൂല്യാരെ ഭാര്യ മരിച്ചതും അദ്ദേഹം ജയിലിലായതൊക്കെ എന്താന്ന് ചോദിച്ചാല് മടവൂര് തീരുമാനിച്ചെന്ത്, ഇയാൾ ഇങ്ങനെ കറാമത്ത് പറയാനായിട്ട് നിൽക്കാണ്. കറാമത്ത് പറഞ്ഞ് മൂപ്പര് കുഴങ്ങി. ആ കുഴങ്ങിയ വിയർപ്പ് ഇങ്ങനെ വലിച്ചനെ കണ്ടപ്പോ മടവൂര് തീരുമാനിച്ചു ഇപ്പൊ പുറത്ത് നിന്ന മൂപ്പര് ഇനിയും പറയും. അപ്പൊ മടവൂർക്ക് ഒരു അട്ടങ്ങേറ്, മടവൂരിനെ ഒരു ബുദ്ധിമുട്ട്, മനസ്സിനൊരു സുഖമില്ല ഇപ്പൊ ഇങ്ങനെ ഓടുന്ന കണ്ടിട്ട്. അപ്പൊ പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുപോകാനും വെച്ചാ. അപ്പൊ എന്ത് ചെയ്തു, മൂപ്പ് കുറച്ചു കാലം ജയിലിൽ നിന്നാലെങ്കിലും ഉണ്ടാകാതെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചാലും റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ജയിലിക്കണ് കയറ്റിയിരുത്തിയാണ്. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. മടവൂര് കരുതി കൂട്ടി കാട്ടിയത്, അതിനൊന്നും കുറ്റം പറയില്ല നിങ്ങള്. വേഷം മാറി നടക്കുക ഇവിടെ. ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിനെ അറിയണ കാരണക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഒളിച്ചു നിന്നിട്ട് എടുത്തതാ. നേരെ മറിച്ച് ആദൂർ റഫീഖ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അറിയില്ലല്ലോ, ഒക്കെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കായിരുന്നു. അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ. അപ്പൊ അത് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ഇട്ടതാ. ഇനിയിപ്പോ കുരുവട്ടൂരികൾ ഒന്നായിട്ട് വരും, ഇത് അങ്ങനെയിനു ഇങ്ങനെയിനു. അല്ലെങ്കിൽ പിന്നെ നൗഷാദ് പിന്നെ എത്രേ പറയുള്ളൂ അറിയോ. നൗഷാദ് മറ്റേ കുടുങ്ങിയപ്പോ എന്താ പറഞ്ഞത്, ഞാൻ അവനോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഓൻ പോയില്ല. പിന്നെ ഓന് 7 മാസമായിട്ടുള്ളൂ ഞങ്ങളൊപ്പം, അതിന് മുമ്പ് മറ്റോലൊപ്പം എന്ന് പറഞ്ഞേ തള്ളി വിട്ടു, ഒഴിവാക്കി. കാരണം എന്താണ്, CM കൊണ്ടൊന്നും കഴിയൂല, CM ഒഴിവാക്കി. അപ്പൊ നൗഷാദ് ഒഴിവാക്കി. CM ഒഴിവാക്കിയതാണല്ലോ ഭാര്യ മരിക്കാൻ കാരണം. പിന്നെ നൗഷാദും ഒഴിവാക്കി. നൗഷാദാണ് അതിന്റെ നേതാവ്. കാരണം ഡയറക്റ്റ് CM ബന്ധമുള്ള ആരാണ്, നൗഷാദാണ്. നൗഷാദ് CM ഒഴിവാക്കി കണ്ടപ്പോ നൗഷാദ് ഒഴിവാക്കി. ഇനിയിപ്പോ അടുത്ത ആള് ഗൾഫില് ദുബായിൽ ടൂറ് പോയി എന്ന് പറയുമ്പോ നൗഷാദ് എന്ത് ചെയ്യും, ഏറെ പറയും ഓനെ CM ഒഴിവാക്കിയാണ് അറിയും. ഇല്ലെങ്കിൽ പറയും അത് CM പോകാൻ പറഞ്ഞിട്ട് പോയതാണ് അറിയും. എന്തായാലും നൗഷാദിന്റെ വീഡിയോ വരുന്നവരെ, മറുപടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.